ഹലോ, എല്ലാവർക്കും ടേസ്റ്റ് ആൻഡ് ട്രാവൽ വിത്ത് അസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് തായ്ലാൻഡിൽ ഞങ്ങളുടെ 4ാമത്തെയും അവസാനത്തെയും ദിവസം ആട്ടോ. രാവിലെ തന്നെ റെഡിയായി പുറത്തേക്ക് പോവുകയാണ്. സഫാരി വേൾഡിലേക്കാണ് പോകുന്നത്. ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൽ നിന്ന് 30 കിലോമീറ്റർ ഉണ്ട് സഫാരി വേൾഡിലേക്ക്. സഫാരി വേൾഡിലേക്ക് കയറുമ്പോൾ ഓൺലൈൻ ടിക്കറ്റ് അവിടെയുള്ള മെഷീനിൽ സ്കാൻ ചെയ്താൽ അതിൻ്റെ പ്രിന്റ് ലഭിക്കും. ഞങ്ങൾ ക്ലൂക്ക് വഴിയാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത്. 2435 രൂപയാണ് സഫാരി വേൾഡിലെ ഒരാളുടെ എൻട്രി ഫീസ്. ടിക്കറ്റ് കാണിച്ച് ഉള്ളിലേക്ക് നടന്നു. ബാങ്കോക്ക് നഗരത്തിലെ തന്നെ ഒരു ഫേമസ് ടൂറിസ്റ്റ് അട്രാക്ഷൻ ആണ് സഫാരി വേൾഡ്. 2 പാർക്കുകൾ ചേർന്നതാണ് സഫാരി വേൾഡ്. മറീൻ പാർക്ക്, പിന്നെ സഫാരി പാർക്ക്. ഇത് വെറും പാർക്കല്ലാട്ടോ, വന്യജീവി പാർക്കാണ്. ഇവിടെ ഒരുപാട് വന്യജീവികളെ നമുക്ക് കാണാൻ കഴിയും. കാണാൻ മാത്രമല്ല, നമുക്ക് അതിന് ഭക്ഷണം കൊടുക്കാനും കൂടെ നിന്ന് ഫോട്ടോ എടുക്കാനും കഴിയുമെന്നതാണ് സഫാരി വേൾഡിന്റെ പ്രത്യേകത. ഇവിടെ നിങ്ങൾക്ക് ഡോൾഫിൻ ഷോ, ഒറംഗുട്ടാൻ ഷോ, ബേർഡ് ഷോ, അങ്ങനെ പല വ്യത്യസ്തമാർന്ന കാഴ്ചകൾ കാണാൻ കഴിയുന്നതാണ്. സ്ക്രീനിൽ കാണുന്നതാണ് ഷോ ടൈമിങ്സ്. തിങ്കളാഴ്ച സഫാരി വേൾഡ് അവധിയാണ്. 10:15 ഒറങ്ങുട്ടാൻ ഷോ. ഞങ്ങൾ എത്താൻ ഇത്തിരി വൈകി. ഷോ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഏറ്റവും പുറകിൽ പോയി നിന്ന് ഇത്തിരി നേരം ഷോ കണ്ടു. ഷോ കഴിഞ്ഞ് പുറത്തേക്കിറങ്ങി നടന്നു. മണിക്കാണ് എലിഫന്റ് ഷോ. വേഗം പോയി സീറ്റ് പിടിച്ചു. നല്ല തിരക്കുണ്ടായിരുന്നത് കൊണ്ട് പുറകിലായിട്ടാണ് സീറ്റ് കിട്ടിയത്. വൈകാതെ തന്നെ ഷോയും തുടങ്ങി. എലിഫന്റ് ഷോ കഴിഞ്ഞ് എക്സ് വേൾഡിലേക്കാണ് പോയത്. ഇത് പക്ഷികളുടെ ലൈഫ് സൈക്കിൾ വിശദീകരിക്കുന്ന ഒരു സ്ഥലമാണ്. ലോകത്തിൽ തന്നെ ആദ്യമായിട്ടുള്ള എക്സ് ഡിസ്കവറി ആൻഡ് ഇൻക്യുബേഷൻ സെന്ററാണിത്. പക്ഷികളുടെ മുട്ട എങ്ങനെയാണ് ഇൻക്യുബേറ്റ് ചെയ്ത് വിരിയിക്കുന്നതെന്ന് നമുക്ക് വിശദമായി മനസ്സിലാക്കി തരുന്ന ഒരു സ്ഥലമാണ് എക്സ് വേൾഡ്. ഇത് ഒട്ടകപ്പക്ഷിയുടെ മുട്ട ഇൻക്യുബേറ്റ് ചെയ്യുന്ന ഏരിയയാണ്. ഇവിടെയാണ് ഒട്ടകപ്പക്ഷിയുടെ മുട്ട വൃത്തിയാക്കുന്ന സ്ഥലം. ഇവിടെയാണ് വൃത്തിയാക്കിയ മുട്ട ഇൻക്യുബേറ്റ് ചെയ്യുന്നത്.
ഏകദേശം 41 മുതൽ 43 ദിവസം വരെ മുട്ട ഇവിടെ ഇൻക്യുബേറ്റ് ചെയ്യും. ഇത് തത്തയുടെ മുട്ട ഇൻക്യുബേറ്റ് ചെയ്യുന്ന ഇൻക്യുബേറ്റേഴ്സ് ആണ്. ഇവിടെ വെച്ചാണ് ഇൻക്യുബേറ്റ് ചെയ്ത മുട്ടകൾ വിരിയിക്കുന്നത്. ഇവിടെ നമുക്ക് മുട്ട വിരിഞ്ഞ തത്തക്കുഞ്ഞുങ്ങളെ കാണാം. ഇത് പക്ഷിക്കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്ന ബേബി നഴ്സറി കെയർ ഏരിയയാണ്. ഇവിടെ വെച്ചിരിക്കുന്നത് പലതരം പക്ഷികളുടെ മുട്ടയും തൂവലുകളുമാണ്. സ്കൂൾ കുട്ടികൾക്കൊക്കെ പക്ഷികളെക്കുറിച്ചും അതിൻ്റെ മുട്ടയെക്കുറിച്ചുമൊക്കെ വളരെയധികം അറിവ് നൽകുന്ന ഒരു സ്ഥലമാണ് ഇത്. അതുകൊണ്ട് കുട്ടികളുമായി പോകുന്നവർ ഇവിടെ പരമാവധി സന്ദർശിക്കാൻ ശ്രമിക്കുക. ഇത് ഒറിജിനൽ ഒട്ടകപ്പക്ഷിയുടെ മുട്ടയാണ് കേട്ടോ. ഡിനോസറിന്റെ മുട്ടയുടെ ഫോസിലാണ് ഇത്. ചൈനയിൽ നിന്നാണ് ഇത് ലഭിച്ചിട്ടുള്ളത്. ലോകത്തിലെ ഏറ്റവും വലിയ മുട്ടയാണിത്. വംശനാശം സംഭവിച്ച എലിഫന്റ് ബേർഡിന്റെ മുട്ടയാണിത്. 12 കിലോ ആണ് ഇതിന്റെ ഭാരം. അങ്ങനെ മുട്ടയൊക്കെ കണ്ട് പുറത്തിറങ്ങിയപ്പോൾ നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. മഴ അവസരമാക്കി ആരോ അവിടെ റെയിൻകോട്ടും കുടയും വിൽക്കുന്നുമുണ്ട്. മഴയൊന്ന് കുറഞ്ഞപ്പോൾ ഞങ്ങൾ പുറത്തേക്കിറങ്ങി നടന്നു. അടുത്തത് സ്പൈവാർ ഷോ ആണ്. ഞങ്ങൾ എത്തുമ്പോഴേക്കും ഷോ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ബാക്കിലാണ് സീറ്റ് ലഭിച്ചത്. ആക്ഷൻ പാക്ഡ് സ്റ്റണ്ട് ഷോ ആണ് സ്പൈവാർ. ഭീകരമായ എക്സ്പ്ലോഷൻസും ഗൺ ഫൈറ്റ്സുമാണ് ഇതിൽ കാണാൻ കഴിയുക. സിനിമയിലെ സ്റ്റണ്ട്സ് കാണുകയാണെന്നേ തോന്നൂ. അത്രയും സ്കിൽഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ് ഇത് പെർഫോം ചെയ്യുന്നത്. സ്പൈവാർ കഴിഞ്ഞ് പുറത്തേക്കിറങ്ങി. ഇത് കരീബിയൻ ഫ്ലമിംഗോയാണ്. ഗ്രേറ്റർ ഫ്ലമിംഗോ ഇനത്തിൽപ്പെടുന്ന ഇവയ്ക്ക് ഏകദേശം 110 തൊട്ട് 150 സെന്റിമീറ്റർ നീളമുണ്ട്. പിങ്ക് കാലുകളും വെളുപ്പും ചുവപ്പും കലർന്ന ശരീരവുമാണ് ഇവയുടെ ഭംഗി. ഇവിടെ മുഴുവൻ സൂവിൽ കാണുന്നത് പോലെ വിവിധ ഇനം മൃഗങ്ങളെയും പക്ഷികളെയും ഒക്കെ കാണാം.
പോകുന്നത് ജിറാഫ് ടെറസിലേക്കാണ്. സഫാരി വേൾഡിലെ ഏറ്റവും ആകർഷകമായ ഭാഗങ്ങളിൽ ഒന്നാണ് ജിറാഫ് ടെറസ്. സൂവിലേക്കാൾ അധികം ജിറാഫുകൾ ഇവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ ജിറാഫ് പാർക്കാണ് ഇത്. ഒരാൾക്ക് 200 തായ് ബാത്താണ് ഇവിടത്തെ എൻട്രി ഫീസ്. ഇതിൽ ജിറാഫിന് കൊടുക്കാനുള്ള പഴങ്ങളും പച്ചക്കറിയും അടങ്ങിയ ബക്കറ്റും ഉൾപ്പെടും. ഓരോ ബക്കറ്റിലും ഒരു വടിക്കഷ്ണവും കാണും. ഇതിൽ പച്ചക്കറിയോ പഴമോ കുത്തിയെടുത്ത് ജിറാഫിന് കൊടുക്കാം. ഒരു ടിക്കറ്റിന് ഒരു ബക്കറ്റ് വെച്ച് ഞങ്ങൾക്ക് 2 ബക്കറ്റ് കിട്ടി. ജിറാഫിന്റെ തലയുടെ ഉയരത്തിലാണ് ഈ പ്ലാറ്റ്ഫോം നിർമ്മിച്ചിരിക്കുന്നത്. അവിടെ ഏകദേശം 30 തൊട്ട് 40 ജിറാഫുകളെ കാണാൻ സാധിക്കും. ബക്കറ്റ് കൊണ്ട് പോകുമ്പോൾ തന്നെ ജിറാഫ് നമ്മളുടെ അടുത്തേക്ക് വരും. പ്രീതിക്കുട്ടി വളരെയധികം എൻജോയ് ചെയ്ത സ്ഥലമായിരുന്നു അത്. ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ അധികം തിരക്കുണ്ടായിരുന്നില്ല. രാവിലെ 10നും 12നും ഇടയിൽ ഇവിടെ തിരക്ക് കുറവായിരിക്കും. കാരണം എല്ലാവരും ഷോസ് കാണാനുള്ള തിരക്കിലായിരിക്കും. ജിറാഫിനെ ഫുഡൊക്കെ കൊടുത്ത് ഞങ്ങൾ പുറത്തേക്കിറങ്ങി. ഇതാണ് ഗ്രേറ്റ് വൈറ്റ് പെലിക്കൻ. പോകുന്ന വഴിയിൽ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ് ഉണ്ട്. ഋതുക്കുട്ടി ബ്രിഡ്ജ് ഇളക്കാനുള്ള ശ്രമത്തിലാണ് കേട്ടോ. ഇത് ഇവിടുത്തെ ഫുഡ് കോർട്ടാണ്. ഇനി നമ്മൾ പോകുന്നത് ഡോൾഫിൻ ഷോ കാണാൻ വേണ്ടിയാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ കൗതുകമുണർത്തുന്നതും ആസ്വദിക്കാവുന്നതുമായ ഒരു ഷോ ആണ് ഡോൾഫിൻ ഷോ. പതിവ് പോലെ ഏറ്റവും പുറകിലായിട്ടാണ് സീറ്റ് ലഭിച്ചത്. മികച്ച പരിശീലനം ലഭിച്ച ഡോൾഫിനുകൾ അവതരിപ്പിക്കുന്ന ഷോ ആണിത്. പിന്നെ ഈ ഷോയൊക്കെ നടക്കുമ്പോൾ ഫ്രണ്ടിൽ ഇരിക്കാത്തതാണ് കേട്ടോ നല്ലത്. കാരണം ഷോയിൽ നിന്ന് വെള്ളം വീഴാനുള്ള ചാൻസ് ഉണ്ട്.
ഷോയുടെ അവസാനം കാണികൾക്ക് ഡോൾഫിനുമായി ഫോട്ടോ എടുക്കാനുള്ള അവസരമുണ്ട്. ഞങ്ങളും എടുക്കാമെന്ന് തീരുമാനിച്ചു. 700 തായ് ബാത്താണ് ഒരാൾക്ക് ഫോട്ടോ എടുക്കാനുള്ള ഫീസ്. ഇത് ഒരു ഫിക്സഡ് റേറ്റ് അല്ല, പലപ്പോഴും മാറിക്കൊണ്ടിരിക്കും. അങ്ങനെ കാത്തുനിന്ന് അവസാനം ഞങ്ങളുടെ ഊഴമായി. വെള്ളത്തിനടിയിൽ നിന്ന് ഡോൾഫിൻ മുകളിൽ ഞങ്ങളുടെ അടുത്തേക്ക് വന്ന് കിടന്നു. ആദ്യമായിട്ടാണ് ഡോൾഫിനെ ഇത്രയും അടുത്ത് കാണുന്നത്. ആ ഒരു എക്സൈറ്റ്മെന്റ് ഞങ്ങൾക്കുണ്ടായിരുന്നു. ഋതുക്കുട്ടിക്കായിരുന്നു ഏറ്റവും കൂടുതൽ. തലോടുന്നു, തടവുന്നു, ഉമ്മ വയ്ക്കുന്നു, ബ്ലോ ഹോളിൽ കൈയിടുന്നു. ആൾക്ക് ഡോൾഫിനെ ഭയങ്കര ഇഷ്ടമായി. ഫോട്ടോ എടുത്തു കഴിഞ്ഞ് താഴെ ഇറങ്ങാൻ ഋതുക്കുട്ടി ഭയങ്കര കരച്ചിലായിരുന്നു. ഒരുവിധം പൊക്കിയെടുത്ത് പുറത്തേക്ക് നടന്നു. പുലിക്കുട്ടിയുമായി ഫോട്ടോ എടുക്കുന്ന സ്ഥലമാണിത്. എന്തോ കാരണത്താൽ പുലിക്കുട്ടിയെ അവർ ഉള്ളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഇവിടെ തത്തയുമായി നിന്ന് ഫോട്ടോ എടുക്കാം. ഡോൾഫിനുമായി ഫോട്ടോ എടുക്കാൻ നിന്നതുകൊണ്ട് സീ ലയൺ ഷോയ്ക്ക് എത്തിയപ്പോൾ ലേറ്റായി. ഏകദേശം അവസാനിക്കാറായിട്ടുണ്ടായിരുന്നു. സീ ലയൺ ഷോ കഴിഞ്ഞ് പുറത്തേക്ക് നടന്നു. ഇനി പോകുന്നത് കൗബോയ് സ്റ്റണ്ട് കാണാൻ വേണ്ടിയാണ്. ഒരു വൈൽഡ് വെസ്റ്റ് തീമിലുള്ള കോമഡി ആൻഡ് ആക്ഷൻ സ്റ്റണ്ട് ഷോ ആണ് കൗബോയ് സ്റ്റണ്ട് ഷോ. സ്റ്റണ്ട് ഷോ കഴിഞ്ഞ് പുറത്തേക്കിറങ്ങി. അവിടെ വിവിധ തരത്തിലുള്ള ഗെയിംസ് കളിക്കാവുന്ന ഏരിയ ഉണ്ട്. പലതിനും പല റേറ്റ് ആണ്.
അപ്പോഴാണ് അവിടെ ആനിമൽ കഫേ കണ്ടത്. ആനിമൽ തീമിലുള്ള ഒരു റെസ്റ്റോറൻ്റ് ആണ് ഇത്. ഇവിടുത്തെ ഫേമസ് ആയ ഒരു ഐറ്റമാണ് സീബ്ര ടവർ ഐസ്ക്രീം. അതെന്തായാലും കഴിച്ചിരിക്കണം. ഇവിടെ കയറുമ്പോൾ നടുക്ക് തന്നെ ചില്ലുംകൂട്ടിൽ ഒരു മൂങ്ങയെ കാണാം. ജീവനുള്ള മൂങ്ങയാണിത്. അങ്ങനെ സീബ്ര ടവർ ഐസ്ക്രീം വന്നു. 150 തായ് ബാത്താണ് ഒരെണ്ണത്തിന്റെ വില. ഇതിൽ കാണുന്ന സീബ്രയുടെ പടവും ചോക്ലേറ്റ് തന്നെയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഐസ്ക്രീം. സോഫ്റ്റ്. ഭയങ്കര സോഫ്റ്റ്. ഉപ്പടിയുണ്ട്. ആണോ? അത്ര ടേസ്റ്റ് ചെയ്തില്ലേ? ബ്ലാക്ക് നോക്കും ഇല്ലേ? ഇനി പോകുന്നത് ഇവിടുത്തെ അവസാനത്തെ ഷോ ആയ ബേർഡ് ഷോ കാണാനാണ്. പലയിനം പക്ഷികളുടെ അത്ഭുതകരമായ കഴിവുകൾ നേരിട്ട് കാണാൻ കഴിയുന്ന ഒരു ഷോ ആണ് ബേർഡ് ഷോ. Marabou has been dubbed the scavenger bird because of its appearance. They are the social bird and object predators include nearly or swarm. They can eat almost any animal and carcasses. สามารถทานได้หมดเลยนะฮะไม่ว่าจะเป็นกุ้งหอยปูปลา Okay ทำได้นะคะ Let's go. My one very smart and very fast. Bring up and go. Thank you so much อย่างเงียบๆแล้วแอนระเบิดแข่งกันที่เรียบร้อยแล้วนั่นแหละครับตรงนี้อุ้ยเดี๋ยวฟิงบอลแอนเดี๋ยวออกตัวมาแล้วแล้วก็วิจารณ์ความโลภะโดยทางชาวเบิร์ด Thank you so much and we will say goodbye to my store lover สวัสดี Okay stand by ladies and gentlemen that's the end of our show I hope you have enjoyed the show ഇത് പുറത്തേക്ക് പോകുന്ന വഴിയിലുള്ള ഒരു കൂറ്റൻ ഫിഷ് ടാങ്ക് ആണ്. അങ്ങനെ ഞങ്ങൾ സഫാരി വേൾഡിൽ നിന്നും പുറത്തേക്ക് നടന്നു. തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇന്ന് തായ്ലാൻഡിലെ അവസാന ദിനമാണ്. ഇനി റൂമിൽ പോയി ബാഗ് ഒക്കെ പാക്ക് ചെയ്യണം. ടാക്സി വിളിച്ച് നേരെ ഹോട്ടലിലേക്ക് പോയി. ഇത് അടുത്ത ദിവസം രാവിലെ 4 മണിക്ക് എയർപോർട്ടിലേക്ക് പോവുകയാണ്. ടോക്കിയോ ഡ്രിഫ്റ്റ് സിനിമയിൽ കണ്ടിട്ടുള്ളതുപോലെ മോഡിഫൈ ചെയ്ത ഒരു വണ്ടിയാണിത്. അങ്ങനെ എയർപോർട്ടിലെത്തി. ഇത് തിരിച്ച് നാട്ടിലേക്കുള്ള യാത്രയല്ല കേട്ടോ, പകരം വേറൊരു കൺട്രിയിലേക്കാണ്. കൺട്രി ഏതാണെന്ന് അടുത്ത എപ്പിസോഡിൽ പറയാം. അപ്പോൾ പുതിയ രാജ്യത്തെ പുതിയ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.